നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സംഭവിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പൊ ആരെയാണ് കുറ്റപ്പെടുത്തുകയെന്ന് നിശ്ചയമില്ല. ആ കുട്ടി അങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയുകയെന്ന് പറയുമ്പോ ക്ഷേത്രത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾക്ക് നിങ്ങളും സാക്ഷിയല്ലേ? അതെ, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ച്. പക്ഷേ ആ കുട്ടി അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ അതുവരെ ഇല്ലാതിരുന്ന വല്ലാത്തൊരു മണിയൊച്ച, ശംഖിന്റെ മുഴക്കം, അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. എല്ലാം ഭഗവാന്റെ മായ, അല്ലാതെ എന്താ പറയ. ആ കുട്ടിയുടെ വിധി വേറെ എന്തോ ആണ്, അതല്ലേ അതിന്റെ അർത്ഥം. അമ്മേ, ദൈവം മാത്രമാണ് ജീവിതമെന്ന് കരുതുന്ന ഒരു കുടുംബമാണ് ദേവനാരായണൻ തിരുമേനിയുടേത്. അവിടെ നടന്നതെന്തോ അത് അവർക്ക് വിടുക. അതിന്റെ പേരിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംസാരം ഉണ്ടാകാനോ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും അവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ നിൽക്കണ്ട. അത് തന്നെയാ നല്ലത്. പത്മിനി, കൽപ്പനയോടും ഉർവശിയോടും ഒന്ന് പ്രത്യേകം പറഞ്ഞേക്കണം. സംസാരിക്കാൻ താല്പര്യം അവർക്കായിരിക്കും. ഞാൻ പറഞ്ഞോളാം അമ്മേ. വരുൺ എപ്പോഴും ഈ കരാറിന്റെ കാര്യമാണല്ലോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അത് എനിക്ക് മാത്രം ബാധകമാകുന്നത് എങ്ങനെയാ? അതെ, അത് നിനക്ക് മാത്രമാണ് ബാധകം. കാരണം നീ വലിഞ്ഞു കയറി വന്നവളാ. അച്ഛന്റെ ജീവൻ നിലനിർത്താനും അമ്മയുടെ മുത്തശ്ശിയുടെ ഒക്കെ കണ്ണീര് തുടയ്ക്കാനും ഒക്കെ വലിഞ്ഞു കയറി വന്നവളെ ആവശ്യമുണ്ടായിരുന്നു അല്ലേ? അല്ലാതെ നേരത്തെ ഒന്നുമില്ല. എന്താ നിനക്കിപ്പോ വേണ്ടത്? രാധിക ചേച്ചിയുമായി കാണില്ല, സംസാരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് വേണം. എന്തിന്? അതിന്റെ കാര്യം വരുൺ അറിയണ്ട. അറിയണ്ടാത്തൊരു കാര്യത്തിന് എനിക്ക് വാക്ക് തരാൻ പറ്റില്ല. ചേച്ചി ഈ വിവാഹം മുടക്കാൻ ശ്രമിച്ചത് ആരുടെ നിർദ്ദേശത്തിലാ? അത് പറ. അപമാനിക്കപ്പെട്ടതും തലകുണിച്ച് നിൽക്കേണ്ടി വന്നതും എന്റെ കുടുംബമാ. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി പോവാവോ? ഇടോ, എനിക്ക് അല്പം സ്വസ്ഥത വേണമെന്ന്. ഞാൻ പോവില്ല. ഞാൻ ഈ മുറിന്ന് പോവില്ല എന്ന് മാത്രല്ല, വരുണും ഈ മുറിന്ന് പുറത്ത് പോവില്ല. എന്നെ ഈ മുറിയിൽ തനിക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റും. പിരിയുന്നത് വരെ എന്റെ പദവി ഭാര്യ എന്ന് തന്നെയാ. ആ അധികാരം പ്രയോഗിക്കാൻ എനിക്കും അറിയാം. അങ്ങോട്ട് മാറാനാ പറഞ്ഞ. ഈ മുറിന്ന് വരുൺ പുറത്ത് പോയില്ല എന്ന് പറഞ്ഞാ പോവില്ല. പറഞ്ഞത് ഞാൻ വിടത്തില്ല. നിന്നോടല്ലേ മാറാൻ പറഞ്ഞ? പറഞ്ഞില്ലേ പോവരുതെന്ന്? പറയുന്നത് കേൾക്കാൻ. പോവണ്ട. നിൽക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.